ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് എൻ്റെ ആകെ ഒരു എന്ന് വെച്ചാൽ 17 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇയാള്. എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അയാൾ പുറകിലൊക്കെ ആയിരിക്കും, അവിടെയൊക്കെ കളി ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പോഴാണ് മുമ്പിലോട്ട് വന്നത് ഇയാള്. ഇയാളുടെ പേര് ഗ്ലെൻ ജൂഡ് ആന്റണി. ഗ്ലെൻ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത്. ഇയാള് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂൾ, അതായത് അമല പബ്ലിക് സ്കൂൾ, ICSE സിലബസ് ആണ്. അവിടെയാണ് ഇയാൾ പഠിക്കുന്നത്. 2ലാണ് ഇയാൾ അവിടെ പഠിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോ 6 വയസ്സായി. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഡയപ്പർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് വളർന്നു കിട്ടാനായിട്ട് ഏറ്റവും ഉപകാരപ്രദം എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ ആണ്. പക്ഷെ ഡയപ്പർ ഒരു കാരണവശാലും ഒരു ഫെർട്ടിലൈസർ അല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഫെർട്ടിലൈസർ എന്നുള്ള രീതിയിലല്ല ഡയപ്പർ നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത്. ഒരു ഡിഫറെന്റ് വേയിലൂടെയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂഡ്. നമ്മുടെ ഡയപ്പറിന്റെ ഉള്ളിൽ ഒരു ജെല്ലുണ്ട്. ആ ജെല്ലിന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേര് യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ യൂറിൻ ഈ ജെല്ല് വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ജെല്ലിന് അബ്സോർബ് ചെയ്യാനുള്ള വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ജെല്ലിനെ നമ്മൾ ഹൈഡ്രോജെൽ എന്നാണ് പറയുന്നത്. ഈ ജെല്ലാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന്റെ ഗ്രോത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഡയപ്പറിന്റെ ഉള്ളിൽ ജെല്ല് എടുക്കാനായിട്ട് വേണമെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നല്ലത് നമുക്ക് ഈ ജെല്ല് എടുക്കാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതുപോലൊരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മുക്കിയിട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ആ വെള്ളം ഒന്ന് നമ്മുടെ ആ ജെല്ല് അബ്സോർബ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കുറച്ചു നേരം ഒന്നിങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. നമ്മുടെ ഡയപ്പർ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. ജെല്ല് പൊങ്ങി വന്നേക്കുന്ന കണ്ടോ, അത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹൈഡ്രോജെൽ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു കത്രികയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കണ്ടോ നമ്മുടെ ഹൈഡ്രോജെൽ ഇതാണ് നമ്മുടെ ജെല്ല് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ജെല്ല്. കണ്ടോ, ഹൈഡ്രോജെൽ എന്ന് പറയുന്നത് ഇതിനെയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഓർക്കിഡിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ജെല്ല്. കണ്ടോ, ഹൈഡ്രോജെൽ. ഇതാണ് നമ്മൾ നമ്മുടെ പ്ലാന്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്ലാന്റിന് ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി നോക്കാം. ഡയപ്പറിൽ നിന്ന് ഞാൻ നമ്മുടെ ഹൈഡ്രോജെൽ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുവാണേ. ഇത് 3 രീതിയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫെർട്ടിലൈസർ അല്ല, ഇതൊരു ഡിഫറെന്റ് വേയിലാണ് നമുക്ക് വേണ്ടി നമ്മുടെ പ്ലാന്റിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ സീഡ്ലിങ് നടാൻ പോണേണ്. അപ്പോൾ നടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോജെൽ ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്.
സീഡ്ലിങ് നടന്നത് കണ്ടല്ലോ അല്ലെ, ഹൈഡ്രോജൽ വെച്ച് എങ്ങനെയാണ് നടന്നതെന്ന് കണ്ടല്ലോ. അതായത് ആദ്യം കുറച്ച് ചകിരി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ചകിരി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടോ എന്താണ് നിങ്ങൾ കരിയൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഫസ്റ്റ് ലെയർ കരി ഇട്ട് കൊടുക്കുക. അതിന്റെ മേലായിട്ട് നമ്മുടെ ഹൈഡ്രോജൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്ലാന്റും കരിയെല്ലാം കൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ചകിരി, അതിന്റെ മേലിൽ ഹൈഡ്രോജൽ, അതിനുശേഷം നമ്മൾ നമ്മുടെ പ്ലാന്റ് ഇതിലോട്ട് പോട്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ ഇപ്പോൾ ഉപയോഗിച്ചേക്കണോണ്ട് ഹൈഡ്രോജൽ ഇട്ടേക്കുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി അധികം വെള്ളം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്ത വെള്ളം ഹൈഡ്രോജല് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും ഹൈഡ്രോജല് വെള്ളം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ പ്ലാന്റിന്റെ, അതായത് റൂട്ടിന് മോയ്സ്ചർ നൽകുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഹൈഡ്രോജല് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫെർട്ടിലൈസർ ആയിട്ടുള്ള നമ്മുടെ റൂട്ടിന് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഡ്യൂട്ടി. അതിന് നമ്മുടെ വേരിന് ആവശ്യമായ വെള്ളം അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂട്ട് അതിൻ്റെ ആവശ്യമായ വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞ് അത് റൂട്ടൊക്കെ വലുതായി വരുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റും നന്നായി വലുതായി കിട്ടും. അപ്പോൾ നല്ല ഗ്രോത്ത് നമ്മുടെ പ്ലാന്റിന് കിട്ടും. നമുക്ക് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് പ്ലാന്റ് നനക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോട്ട് ചെയ്ത്, ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചാൽ, പക്ഷെ പോട്ട് ചെയ്ത് പ്ലാന്റിൽ നമ്മൾ ഇപ്പോൾ ഹൈഡ്രോജൽ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ഒരാഴ്ചയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നനക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പോട്ടിൽ ഇങ്ങനെ താത്തി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് താത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈഡ്രോജൽ കണ്ടോ ഇതുപോലെ ഒന്നങ്ങോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലിലെ കണ്ടോ കുറച്ച് ഇട്ട് കൊടുക്കുക, ഹൈഡ്രോജൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പതുക്കെ നമുക്ക് ചകിരി കൊണ്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചകിരി എടുത്തിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഹൈഡ്രോജൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. കണ്ടോ, കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയല്ല 1 മാസത്തോളം നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പം നമ്മൾ ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതായത് തെക്കിനിയിലോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ടൂറോ എവിടെ വേണമെങ്കിലും പോകാം. ഹൈഡ്രോജൽ നമ്മുടെ പ്ലാന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച അല്ലെങ്കിൽ നമ്മൾ എത്ര നാളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ പ്ലാന്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടും നമ്മൾ നനച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റിന് അതായത് വാടലോ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ഇത് നമുക്ക് മോയ്സ്ചർ കൊടുക്കുന്നതോടത്തോളം നമ്മുടെ പ്ലാന്റിന് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് നമ്മുടെ ഈ ഹൈഡ്രോജൽ ഇട്ട ഒരു ഗുണവും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഹൈഡ്രോജൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അധികം വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും നമ്മുടെ ഹൈഡ്രോജൽ ആ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ വേരിനൊക്കെ ചീയൽ അസുഖങ്ങൾ ഉണ്ടാകില്ല. അതായത് വേര് ചീഞ്ഞു പോകുന്നത് വെള്ളം കൂടുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഹൈഡ്രോജൽ ഉപയോഗിച്ചാൽ ആ വേര് ചീയൽ എന്നുള്ള ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമത് നമ്മുടെ സ്റ്റെമ്മ് ഹൈഡ്രോജലിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാനാണ്. അതിൻ്റെ പ്രൊപ്പഗേഷനെ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ സ്റ്റെമ്മ് നടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാനാണേ. ഇതാ ഞാൻ കുറച്ച് കോക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കോക്കോപീറ്റാണ്. കോക്കോപീറ്റിലാണ് നമ്മൾ സ്റ്റെമ്മ് വളർത്താനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കോക്കോപീറ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഹൈഡ്രോജൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കൈവച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൈവച്ച് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അലർജിയൊന്നുമില്ല. അലർജി ഉള്ളവരാണെങ്കിൽ കൈവച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്താൽ മതി. ഇപ്പം ഇത് നമ്മൾ കോക്കോപീറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഹൈഡ്രോജൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ഇതിലാണ് ഇനി നമ്മൾ
നമ്മുടെ സ്റ്റെമ്മ് വെക്കാൻ പോകുന്നത്. കണ്ടോ, ഇതിങ്ങനെ വെച്ചു. ആൻഡ് നമ്മളൊന്ന് പതുക്കെ നമ്മുടെ ഇതിനൊന്ന്, അതായത് കോക്കോപ്പീറ്റ് നനഞ്ഞിരിക്കുകയാണ്, എന്നാലും നനയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നനഞ്ഞിട്ടാൻ വേണ്ടി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, കോക്കോപ്പീറ്റ് നനഞ്ഞിട്ടാൻ വേണ്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ കോക്കോപ്പീറ്റും ഹൈഡ്രോജലും കൂടെ മിക്സ് നല്ലൊരു ഇതിലായിട്ടുണ്ടാവും, രണ്ടും തമ്മിലൊരു കൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളെ സെറ്റായി ഹൈഡ്രോജൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കോക്കോപ്പീറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലോട്ടാണ് സ്റ്റെമ്മ് നടുമ്പോൾ അറിയാമല്ലോ, ഞാൻ കട്ട് ചെയ്ത് അവിടെ മെഴുകുതിരിയൊക്കെ വെച്ചാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് സാഫാക്കി സാഫ് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. 3 എണ്ണമാണ് തൽക്കാലം ഞാൻ വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട, തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഇത്, അതായത് ഹൈഡ്രോജൽ ഇട്ടിട്ടുള്ള നമ്മുടെ സ്റ്റെമ്മിൻ്റെ വളർച്ച എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ഹൈഡ്രോജൽ ഓർക്കിഡ് പ്ലാന്റിന് മാത്രമല്ല, അതായത് റോസ്, ബോഗൺവില്ല, അഡീനിയം, ഇലച്ചെടികൾ, ഇതിന് എല്ലാത്തിനും നല്ലൊരു അതായത് ഫെർട്ടിലൈസർ അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതൊരു ഫെർട്ടിലൈസർ അല്ല. ഞാൻ പറഞ്ഞു, അതായത് മോയ്സ്ചർ നിലനിർത്തി അതിനെ ഡ്രൈനസിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ പ്ലാന്റിന് നല്ല ഗ്രോത്ത് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഹൈഡ്രോജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ടോ, നമുക്ക് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന അഡീനിയമാണ്. അപ്പോൾ അഡീനിയത്തിലും കൂടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് എല്ലാ പ്ലാന്റിലും ഇത് വെക്കാം. ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ ലെവലിൽ, അതായത് കുറേ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ ഹൈഡ്രോജൽ ഉപയോഗിച്ചിട്ട് കൃഷി നടത്തുന്നുണ്ട്. സക്സസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റെവല്യൂഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ നമ്മൾ നടുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ അടീനിയം നടുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിൽ നമ്മൾ കോക്കോപ്പീറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തുള്ളാണോ ഇടുന്നത്, മണ്ണും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക, അത് ആദ്യം ഇടുക. സെക്കൻഡ് ലെയറിൽ നമ്മൾ ഓർക്കിഡ് നട്ടതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ നമ്മൾ ഹൈഡ്രോജൽ ഇടുക. അതിനുശേഷം പിന്നീട് നമ്മൾ കോക്കോപ്പീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നടുന്നത്. അങ്ങനെയാണ് നമ്മൾ നടൽ രീതിയിൽ. പക്ഷെ ഇതിപ്പോൾ നട്ടതിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. നട്ട പ്ലാന്റിൽ നമ്മൾ ഇവിടെ സൈഡിലായിട്ട് ഒന്ന് കുറച്ച് കുഴിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് കുറച്ച്, വേര് പൊട്ടിപ്പോരുത്, അപ്പോൾ ഇങ്ങനെ കുറച്ചെടുക്കുക. ഓക്കെ, കുഴിയായി വന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഹൈഡ്രോജൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നട്ടതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡീനിയത്തിനുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസർ അല്ലാന്ന് ഞാനും പറഞ്ഞു. നല്ല ഗ്രോത്തിനുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുഴിയെടുത്തിട്ട് ഒന്നും കൂടെ കുഴിയെടുത്ത് ഇങ്ങനെ ഹൈഡ്രോജൽ ഇവിടെയും ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടി വെക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ അതായത് മണ്ണിൽ നടുന്ന ഏത് ചെടികൾക്കും നമുക്ക് ഇതുപോലെ ഹൈഡ്രോജൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിൻ്റെ റൂട്ടിന് ആവശ്യമായ മോയ്സ്ചർ നമ്മുടെ ഹൈഡ്രോജലിൽ നൽകും. അപ്പോൾ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതൊരു ഫെർട്ടിലൈസർ അല്ല, നമ്മുടെ പ്ലാന്റിന് മോയ്സ്ചറൈസ് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഹൈഡ്രോജല്. അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയൊരു എല്ലാ ദിവസവും നമ്മുടെ അഡീനിയത്തിന്, ഓൾറെഡി നമ്മൾ വെയിലുണ്ടെങ്കിൽ മാത്രമേ നനക്കുള്ളൂ, എല്ലാ ദിവസവും നനക്കേണ്ട, ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി നമ്മുടെ അഡീനിയത്തിന് കേട്ടോ. എല്ലാ പ്ലാന്റിനും നമുക്കിത് ഉപയോഗിക്കുന്നതാണ്. എന്തായി, നമ്മുടെ ഹൈഡ്രോജൽ ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, നമ്മുടെ പ്ലാന്റിന് ഗ്രോത്ത് നൽകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ അഗ്രികൾച്ചർ ഇതിൽ റെവല്യൂഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് എന്നോടൊന്ന് പറഞ്ഞു കേട്ടോ. കമൻറ്റിലൊക്കെ ഒന്ന് പറയണേ. നിങ്ങളുടെ കമൻറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഫുൾ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കുറവുകളാണല്ലോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഞാനൊരു തുടക്കക്കാരിയാണ്. അധികം എനിക്ക് അങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് ഒറ്റക്കുള്ള പരിപാടിയാണ്. ആരും ഒന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. അപ്പം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഞാൻ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.